രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് ആദിത്യ ഭഗവാനെ തൊഴുതിട്ട് നേരെ അടുക്കളയിൽ പോയി മുക്കുറ്റി വെള്ളത്തേട്ട് വെപ്പിച്ചിട്ടുണ്ട്. അതിനെ എടുത്ത് കുറച്ച് അരച്ചിട്ട് കുറിയിടും. നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ചുക്കിട്ട് ചായ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇഞ്ചി ചായയാണ് ഇടാറ്. ഇന്ന് ചുക്കിട്ടാണ് ചായ ഇട്ടത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ വെക്കാനായിട്ട്. ഇനി തോരൻ പരിപ്പും കൊച്ചുള്ളി ഇട്ടിട്ട് കുക്കറിൻ്റെ അടപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് അടച്ച് വയ്ക്കുന്നത്. അപ്പോഴേക്ക് ഇതാ ചായ റെഡിയായി. ഇനി എനിക്കും ചായ കുടിക്കണം. ചേട്ടൻ എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട്. ചേട്ടനും ചായ കൊടുത്ത് കേശുവിന് കേശവർദ്ധിനി ഓയിൽ കൊടുത്തതാണ്. താനെ കയ്യിലൊഴിച്ച് തലയിലങ്ങ് തേച്ചോളും ആൾ. അപ്പോഴേക്ക് കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും സ്പ്രെഡ് ആയിട്ടില്ല. അതാ എണ്ണ തേച്ചതിൻ്റെ ഗുണമാണ്. ഇനി കേശുവിന് കുഞ്ഞൻ ഇഡലി, ഞങ്ങൾക്ക് വലിയ ഇഡലി ഉണ്ടാക്കണം. പിന്നെ ഇതാ അതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് കണ്ടില്ലേ എന്ത് ക്ലീൻ ആയിട്ടിരിക്കണമെന്ന്. ആ എണ്ണ തേച്ചത് കൊണ്ട് ഈ അരപ്പൊന്നും അതിൽ പറ്റി പിടിക്കുകയുമില്ല. അങ്ങനെ ഇനി ഇതിനുള്ള കടുക് താളിക്കണം സാമ്പാറിനുള്ളത്. കടുകിട്ട് കൊച്ചുള്ളിയിട്ട് വറ്റൽമുളകിട്ട് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി ബാക്കി സാമ്പാർ അല്ലാതെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. സാമ്പാർ വയ്ക്കാനൊക്കെ അറിയാമല്ലോ. പിന്നെ ഇതാ വെണ്ടയ്ക്ക് ഇതുപോലെ എണ്ണയിൽ വഴറ്റിട്ട് കൊടുത്താൽ സൂപ്പറാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡിയായി, കേശു റെഡിയായി.